ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും കേന്ദ്ര അന്വേഷണ ഏജൻസികളും അടുത്തിടെ പിടിയിലായ ചില കൊടും കുറ്റവാളികളെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ കേട്ട് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഇന്ത്യയെ വലിയൊരു കലാപത്തിലേക്ക് തള്ളിവിടാൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയും മുംബൈ അധോലോകവും ചേർന്ന് രൂപം നൽകിയ ഒരു വൻ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെയും ഛോട്ടാ ഷക്കീലിന്റെയും വിശ്വസ്തനായിട്ടുള്ള മുന്ന ജിങ്കാഡയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഈ പുതിയ ജിഹാദി ബ്രിഗേഡ് എന്ന സായുധ സംഘത്തെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. കറാച്ചിയിൽ ദാവൂദിന്റെ ഒളിത്താവളമായിട്ടുള്ള വൈറ്റ് ഹൗസിൽ നിന്നും, അങ്ങനെ വിളിപ്പേരുള്ള വൈറ്റ് ഹൗസിൽ നിന്നും, ആ ഒളിത്താവളത്തിൽ നിന്നും വെറും 4 കിലോമീറ്റർ അകലെയുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമീപമുള്ള സുരക്ഷിത താവളത്തിൽ ഇരുന്നാണ് മുന്ന ജിങ്കാഡ ഈ ഓപ്പറേഷൻ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത്. അവിടെ ഇരുന്ന വീഡിയോ കോളുകളിലൂടെയാണ് ഇന്ത്യയിലെ പുതിയ സംഘത്തെ ഇയാൾ തയ്യാറാക്കിയിരിക്കുന്നത്. തന്റെ സ്വാധീനം ഉറപ്പിക്കാൻ പുതിയ ഫോട്ടോകൾ വരെ ഇയാൾ കൂട്ടാളികൾക്ക് അയച്ചു നൽകിയിരുന്നു. തന്റെ പുതിയ ഫോട്ടോകൾ. ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഇന്ത്യയിലെ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള യുവാക്കളെയാണ് ഇവർ തങ്ങളുടെ പദ്ധതികൾക്കായി ലക്ഷ്യമിട്ടത്. ചിറ്റ എന്നറിയപ്പെടുന്ന ഹെറോയിൻ നൽകി യുവാക്കളെ വശത്താക്കി തങ്ങളുടെ കൈപ്പാവകളാക്കി മാറ്റാനായിരുന്നു നീക്കം. പാകിസ്ഥാനിലുള്ള നേതാക്കളും ഇന്ത്യയിലുള്ളവരും തമ്മിലുള്ള ഓൺലൈൻ ചാറ്റുകളിൽ പണത്തിന്റെയും മയക്കുമരുന്നിന്റെയും വൻ ഇടപാടുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ വലിയ ആക്രമണങ്ങൾ നടത്താൻ 20 ലക്ഷം രൂപയാണ് ഈ സംഘം ആവശ്യപ്പെട്ടത്. ഇതിന്റെ ആദ്യ ഗഡു ഇവർക്ക് ലഭിക്കുകയും പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ ഡ്രോണുകൾ വഴി പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളും ഗ്രനേഡുകളും ഇതിനോടകം തന്നെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനും ഛോട്ടാ ഷക്കീലിനും പ്രായമേറുകയും ഡി കമ്പനി എന്ന അവരുടെ അധോലോക ശൃംഖല ദുർബലമാവുകയും ചെയ്തതോടെ മുംബൈയിൽ വീണ്ടും തങ്ങളുടെ പഴയ സ്വാധീനം ഉറപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. കുർള സ്വദേശിയായിട്ടുള്ള മുന്ന ജിങ്കാഡ എന്ന പഴയ വിശ്വസ്തനെ ഇതിനായി അവർ രംഗത്തിറക്കി. പുതിയ യുവാക്കളെ വലയിലാക്കി മുംബൈയിൽ വീണ്ടും വേരുറപ്പിക്കാൻ ഹുസൈഫ എന്നൊരാൾ വഴിയാണ് ഇവർ ശ്രമിച്ചത്. ഹുസൈഫയെ പിടികൂടാൻ മുംബൈയിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. എന്നാൽ പാകിസ്ഥാന്റെയും ISIയുടെയും ഈ പൈശാചിക പദ്ധതികളെല്ലാം തന്നെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞു. നമ്മുടെ സുരക്ഷാ സേനയുടെ ശക്തമായിട്ടുള്ള ജാഗ്രതയും കൃത്യമായിട്ടുള്ള ഇടപെടലുമാണ് ഇത്രയും വലിയൊരു വിപത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത്. 3 തവണ സുരക്ഷാ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും കൊടൂരമായിട്ടുള്ള മുംബൈ ഭീകരാക്രമണം നടന്ന പഴയ ഇന്ത്യ അല്ല ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലുള്ള പുതിയ ഇന്ത്യ എന്ന് പാകിസ്ഥാനും അധോലോകവും ഇപ്പോൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്ത്യക്ക് നേരെ വരുന്ന ഏത് ഗൂഢാലോചനകളെയും നമ്മുടെ സുരക്ഷാ സേന നിർദാക്ഷിണ്യം തച്ചുടയ്ക്കും. ഇനി പാകിസ്ഥാനിലെ ഇത്തരം വിപരീത ബുദ്ധികൾ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് ഇനിയും മുതിർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ. അപ്പോൾ അത് മാത്രം പറഞ്ഞു നിർത്തുന്നു.